ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പുഡിംഗ് ആണ്, നട്ടി ക്രീം പുഡിംഗ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: വിപ്പിംഗ് പൗഡർ 3 പാക്കറ്റ്, 1.5 കപ്പ് തണുത്ത പാൽ, 100 ഗ്രാം ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ വാനില എസൻസ്, ടീ ബിസ്ക്കറ്റ് 1 പാക്കറ്റ്, കോഫി പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് നന്നായി തിളച്ച വെള്ളം. ഇത് കാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചത് 1/2 കപ്പ്. ഇനി നമുക്ക് ആദ്യം കോഫി തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് പഞ്ചസാര, കോഫി പൗഡർ, തിളച്ച വെള്ളം. ഇതിന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം പൗഡർ 1.5 കപ്പ് തണുത്ത പാലിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രഷ് ക്രീം കൂടി ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീമുമായി യോജിപ്പിക്കാം. ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. വിപ്പിംഗ് ക്രീം പൗഡറിന് പകരം ലിക്വിഡ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇനി വാനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് കോഫിയിലൊന്ന് മുക്കിയ ശേഷം ഒരു പുഡിംഗ് ട്രേയിൽ നിരത്തി വയ്ക്കാം. ഇതുപോലെ ഒരു ലെയർ മുഴുവൻ ബിസ്ക്കറ്റ് നിരത്താം. ഇപ്പോൾ ഒരു ലെയർ ബിസ്ക്കറ്റ് നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ കൂട്ടൊഴിക്കാം. ഇത് നമുക്ക് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായി കാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായി ഫ്രീസറിൽ വെക്കാം.